എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഹനുമാൻ ജയന്തിയുടെ സുദിനത്തില് നമ്മൾക്കിങ്ങനെ പെട്ടെന്ന് തിരക്കിട്ട് എല്ലാവർക്കും കൂടി ലളിതാ സഹസ്രനാമം ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പ് ശരിക്കും ഹനുമാൻ ചാലീസയായിട്ട് നമ്മൾ തുടങ്ങിയതായിരുന്നു. 11 ക്ലാസ്സുകളിൽ കൂടി 40 ശ്ലോകങ്ങൾ, ഏകദേശം 11 മണിക്കൂർ എടുത്ത് 40 ശ്ലോകങ്ങൾ വിശദീകരിച്ചതായിരുന്നു. അവിടുന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ പഠന സപര്യ. അപ്പോ ഇന്ന് വളരെ അത്യുജ്വലമായിട്ടുള്ളൊരു ദിവസമാണ്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ മംഗളകാരിയാണ് ഹനുമാൻ. ശിവം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മംഗളം എന്നുള്ളതാണ്. അപ്പോ നമ്മൾ രാമായണം എടുത്തു നോക്കിയാലും ഹനുമാൻ വരുന്നത് തുടങ്ങുമ്പോഴാണ് രാമായണം ശുഭദായിയായി മാറുന്നത്. അതുവരെ ബാലകാണ്ഡം കഴിഞ്ഞു കഴിഞ്ഞാൽ ദശരഥന്റെ ചരമവും വനവാസവും, രാമന്റെ വനവാസവും, അതിനുശേഷം നടക്കുന്ന ഓരോ കാര്യങ്ങളും, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രാമചന്ദ്ര ഭഗവാനെ കിഷ്കിന്ധാകാന്ഡത്തിൽ വെച്ചിട്ടാണ് ഹനുമാൻ സ്വാമി കണ്ടെത്തുന്നത്. ആഞ്ജനേയ സ്വാമി രാമനെയും ലക്ഷ്മണനെയും തന്റെ തോളിലേറ്റി കൊണ്ടുപോയി അങ്ങനെ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യിപ്പിക്കുന്ന ആ രംഗം മുതൽ പിന്നെ എല്ലാം ശക്തി കാണിക്കുന്നത് ഹനുമാനാണ്. അപ്പൊ ഹനുമാനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സൗന്ദര്യമാണ് സുന്ദരതയാണ് എല്ലാറ്റിനും. ഹനുമാൻ സുന്ദരകാന്ഡം എന്ന് പറഞ്ഞ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹനുമാൻ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന, കുട്ടികൾ മുതല് വളരെ എന്താ പറയാ, ഏറ്റവും വയസ്സായവർ വരെ ഇഷ്ടപ്പെടുന്ന ആ ഹനുമാന്റെ രൂപം, അത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് സുന്ദരകാന്ഡത്തിലൂടെയാണ്. അപ്പോ ശരിക്കും ഹനുമാൻ ശിവന്റെ അംശമാണ്, ശിവന്റെ അവതാരമാണ്. ശങ്കർ സുവൻ കേസരി നന്ദൻ എന്ന് പറയുന്ന സ്ഥലത്ത് ശങ്കർ സ്വയം കേസരി നന്ദൻ എന്നാണ് പറയേണ്ടതെന്ന് പറയും. ഹനുമാന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മെ ഭക്തരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുക, അതുപോലെ തന്നെ ഭഗവാനെ ഭക്തരുടെ അടുത്തേക്ക് കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങളും ഹനുമാൻ ചെയ്യും. നമുക്ക് രാമായണത്തിൽ തന്നെ അറിയാൻ പറ്റും ഇത്. കാരണം വളരെ കുസംഗമായിട്ടിരുന്നിരുന്ന വിഭീഷണനെ അവിടെ നിന്നും ലങ്കാദഹനത്തിന്റെ സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ തുളസിദാസിന്റെ രാമചരിതമാനസത്തിൽ പറയുന്നുണ്ട്. ഉപദേശിച്ചിട്ട് ഇവിടെ ഇരിക്കല്ല നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിളക്കി അദ്ദേഹത്തിന്റെ കുടീരം മാത്രം അഗ്നിക്കിരയാക്കാതെ അദ്ദേഹത്തെ ശരണാഗതനാക്കിയിട്ട് ഹനുമാൻ ആരുടെ അടുത്ത് എത്തിക്കുന്നു? ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്നു. ഏറ്റവും ഭാഗവതോത്തമനായിട്ടുള്ള വിഭീഷണനായി മാറുന്നു അദ്ദേഹം. അതേ സമയത്ത് തന്നെ എല്ലാം നഷ്ടപ്പെട്ട്, രാജ്യം നഷ്ടപ്പെട്ട്, വനത്തിൽ അലഞ്ഞ് തന്റെ രാജ്യത്തിലേക്ക് വരാൻ പോലും പറ്റാതെ മലമുകളിൽ വസിക്കേണ്ടി വന്ന സുഗ്രീവന് ഭഗവാനെ തോളിലെടുത്ത് സുഗ്രീവന്റെ സന്നിധിയിൽ എത്തിക്കുകയാണ് ഒരു ഭൃത്യൻ. അപ്പൊ രാജ്യധർമ്മം അനുസരിച്ച് ഭൃത്യൻ ഭഗവാനെ, ആ ഭക്തന്റെ അടുത്തേക്ക് എത്തിച്ചു. അതേപോലെ തന്നെ ഇവിടെ ഭക്തനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു സുഗ്രീവന്റെ വിഭീഷണന്റെ കാര്യം പറയുമ്പോൾ. അപ്പോ എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ ധ്യാനിക്കുന്നത് അതുപോലെ, കാരണം രാം ദുവാരെ തും രഖ്വാരെ ഹോത്നാഗ്യ ബിനു പേസാരെ എന്നാണ് പറയുന്നത് തുളസിദാസ് ഹനുമാൻ ചാലീസയില്. രാമ ദുവാരെ എന്ന് പറഞ്ഞാൽ രാമന്റെ ദ്വാരത്തില്, കവാടത്തില്, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കവാടത്തില് തും രഖ്വാരെ, ഹനുമാൻ നിങ്ങളാണ് രഖ്വാര, കാവൽക്കാരൻ, നിങ്ങളാണ് ദ ഗേറ്റ് കീപ്പർ ഓഫ് ശ്രീരാമചന്ദ്ര ഭഗവാൻ. ആർക്കും ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ആ ഹോത്തിനാഗ്യ ബിന് പേസാരെ, ഹനുമാന്റെ ആജ്ഞയില്ലാതെ, പസാർന എന്ന് പറഞ്ഞാൽ പൈസയല്ല അവിടെ, പസാർന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. ആ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കവാടത്തിലേക്ക് ഏതൊരാൾക്കും പ്രവേശിക്കണമെങ്കിൽ അവിടുത്തെ കാവൽ ഭടനായി നിൽക്കുന്ന ഹനുമാനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഭഗവാന്റെ അടുത്തേക്ക് ഭക്തനെ എത്തിക്കുന്ന ആ കാവൽ ഭടനാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞയും കൃപയും ഇല്ലാതെ രാമചന്ദ്രസ്വാമിയുടെ ദർശനം ആർക്കും സാധ്യമല്ല എന്നാണ് പറയുന്നത്. ആദ്യത്തെ തന്നെ നമ്മള്
ഹനുമാനെ കുറിച്ചും ഹനുമാൻ ജയന്തിയെക്കുറിച്ചും ഹനുമാന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ പറയുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. പക്ഷേ ആദ്യത്തെ ശ്ലോകം തന്നെ നമ്മള് ഹനുമാൻ ചാലീസയിൽ എടുക്കുകയാണെങ്കിൽ ആ വന്ദന ശ്ലോകം, ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മന മുകുരു സുധാരി. ശ്രീ ഗുരു ചരണ സരോജ രജ. ഓ, ഇവിടെ ശ്രീ ഗുരു ആരാണിത് പറയുന്നത്? ഈ വന്ദന ശ്ലോകം സാക്ഷാൽ വാത്മീകി തന്നെയായി അവതരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ശുഗമഹർഷിയുടെ അവതാരമാണെന്ന് പറയാനുള്ള ആ തുളസീദാസ് തന്നെയാണ് ഇവിടെ ആദ്യം വന്ദനം ചെയ്യുന്നത്. ഞാനിങ്ങനെ ഈ ഹനുമാന്റെ കഥ ഇവിടെ വർണ്ണിക്കാൻ പോവുകയാണ്. അതിനുള്ള ആശീർവാദം ചോദിച്ചിട്ടുള്ള ശ്ലോകമാണത്. പക്ഷെ ആ ശ്ലോകം നമുക്കൊക്കെ ഒരു വലിയ വഴികാട്ടിയാണ്. കാരണം ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മന മുകുരു സുധാരി. അപ്പൊ നിജ മന, എന്റെ മനസ്സ്, ആരുടെ? നമ്മളുടെയൊക്കെ, അല്ലെങ്കിൽ തുളസീദാസിന്റെ മനസ്സ്. അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നിജമന മുകുരു സുധാരി, എന്റെ മനമാകുന്ന മുകുരം. മുകുരം എന്ന് പറഞ്ഞാൽ കണ്ണാടി. എന്റെ മനസ്സാകുന്ന കണ്ണാടി. എങ്ങനെയാണ്? ശ്രീ ഗുരു ചരണ സരോജ രജ. ശ്രീ, ഇവിടെ ആ ഗുരു ആകുന്ന ഹനുമാന്റെ ആ പാതാരവിന്ദങ്ങളിലെ ധൂളി, ആ ധൂളി എടുത്തിട്ട് നമ്മുടെ ആറന്മുള കണ്ണാടിയൊക്കെ പോളിഷ് ചെയ്യുന്നത് പോലെ നിജമണ് മുകുരു സുധാരി, എന്റെ മനസ്സ് ഞാൻ പോളിഷ് ചെയ്യുന്നു. എന്തിനാണ്? സകല കന്മഷങ്ങളും നിറഞ്ഞിരിക്കുന്ന എന്റെ മനസ്സ്, ആ ഉൾക്കണ്ണ് എനിക്ക് തുറക്കണം. സാക്ഷാൽ ഭഗവാന്റെ ദർശനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉൾക്കണ്ണ് തുറക്കണം. അപ്പോ നമ്മളോടൊക്കെ പറയാണ്, ഹനുമാൻ ചാലിസ തുടങ്ങുന്നതിന് മുന്നേ തന്നെ, ഈ ഉൾക്കണ്ണ് തുറക്കൂ നിങ്ങൾ. അതിന് എന്ത് ചെയ്യണം? ആ ഗുരുതുല്യനായിരിക്കുന്ന ഹനുമാന്റെ ചരണധൂളി, ശ്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹനുമാൻ എന്ന് നമുക്ക് ശിവനെയും സങ്കല്പിക്കാം, ശ്രീരാമചന്ദ്ര ഭഗവാനെയും സങ്കല്പിക്കാം. പക്ഷേ തുളസീദാസ് ഉദ്ദേശിച്ചത് സാക്ഷാൽ ഹനുമാനെ തന്നെയാണ്. അപ്പൊ ആ ഹനുമാന്റെ ചരണധൂളി എടുക്കുക. ചരണധൂളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധൂളിയുടെ എന്താണ്? അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരണധൂളിയായിരുന്നു. അപ്പോ ഗുരുവിന്റെ ചരണത്തിന്റെ ധൂളിയും ഭഗവാന്റെ ചരണത്തിന്റെ ധൂളിയും ഒക്കെ, ആ പൊടിയുടെ ശക്തി സകല പാപങ്ങളെയും, നമുക്ക് വിഷയത്തിൽ ആസക്തയായിട്ടുള്ള അഹല്യയ്ക്ക് ആ ആശീർവാദം കൊടുത്തത് ആ ചരണധൂളിയായിരുന്നു. വിശ്വാമിത്രനോട് ചോദിക്കുന്നുണ്ട് രാമൻ, ബാലനായ രാമൻ, ആദ്യമായി രാമന്റെ പ്രതാപം കാണുന്നത് നമ്മൾ അവിടെ വെച്ചാണ്. ബാലനായ രാമൻ ചോദിക്കുന്നുണ്ട്, അങ്ങല്ലേ എന്റെ ഗുരു, അങ്ങ് തന്നെ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്താലും എന്ന് പറയാണ്. അപ്പൊ പറയാണ്, വിഷയാസക്തിയിലാണ് അഹല്യ ശിലയായി മാറിയത്. അപ്പോ ഒരു വിഷയവും ബന്ധിക്കാത്ത ഒരാള് തന്നെ വേണം. പറഞ്ഞത് കേട്ടോളൂ, രാമന്റെ ചരണധൂളി കൊടുക്കൂ എന്നാ പറയുന്നത്. അങ്ങനെ ആ ചരണധൂളിയിലാണ് അഹല്യയ്ക്ക് മോക്ഷം കിട്ടുന്നത്. അതേ രാമൻ തന്റെ ഹൃദയത്തിലാണ്, ഹനുമാന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ആ ഗുരുവാണ്, ആ ഗുരുവിന്റെ ചരണധൂളി കൊണ്ട് നിജ മൻ മുകുരു സുധാരി, അതിനെ പോളിഷ് ചെയ്യാണ്. നിജമൻ, എന്റെ മനസ്സിനെ ഞാൻ ഉൾക്കണ്ണ് തുറക്കുകയാണ്. ബാഹ്യമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയസുഖങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതല്ലാത്തത് കാണാൻ ഞാനത് തുറക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? നിജമൻ മുകുരു സുധാരി ഭരണം രഘുവര വിമല ജസ്. ഹനുമാൻ ചാലീസയിൽ എന്താ പാടുന്നത്? ഹനുമാന്റെ വർണ്ണന. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ഭരണം. ഭരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്രജ് ഭാഷയിൽ, അവധ് ഭാഷയിലാണ് രാമചരിതമാനസവും ഹനുമാൻ ചാലീസയും ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്നുള്ളതൊക്കെ എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ എന്നുള്ള. അപ്പോ ഭരണം എന്ന് പറഞ്ഞാൽ വാജ്പേയി എന്ന് പറയുന്നത് വാജ്പേയി. ഭരണം എന്ന് പറഞ്ഞാൽ വർണ്ണം, വർണ്ണിക്കുകയാണ്. എന്താണ് വർണ്ണിക്കുന്നത്? വർണ്ണം, ഞാൻ വർണ്ണിക്കാൻ പോവാണ്. എന്ത് വർണ്ണം? നിജമന് മുകുര സുധാരി ഭരണം രഘുവര വിമല ജസു. ജസു എന്ന് പറഞ്ഞാൽ ജ എന്നുള്ളതൊക്കെ യാണ്, യശസ്. വർണ്ണം വിമല ജസു, വിമലമായിരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ യശസ്സിനെ ഞാൻ വർണ്ണിക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ മുന്നേ എന്റെ മനസ്സ് ഞാൻ ആ ഗുരുചരണം കൊണ്ട് പൊടി തട്ടുകയാണ്. ഭരണം വിമല ജസു ജോദായക് ഫലിച്ചാരി. എന്താണ് കിട്ടുന്നത്? ഫലിച്ചാരി, 4 ഫലാണ് കിട്ടുന്നത്. ചാരി എന്ന് പറഞ്ഞാൽ ചാർ, 4 ഫലങ്ങളാണ് കിട്ടുന്നത് ഇത് വർണ്ണിച്ചു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ്? ആരെയാണ് വർണ്ണിക്കുന്നത്? പറയുന്നത് മുഴുവൻ ഹനുമാനെ കുറിച്ച്. പക്ഷെ ഹനുമാൻ വരണമെങ്കിൽ ആര് വേണം? ശ്രീരാമചന്ദ്ര ഭഗവാനെ സ്തുതിക്കണം. കാരണം രാമകാജ് കരിബേക്കു ആദർ
പ്രിയ ചരിത്ര സുനിവേകോ രസിയ, രാമന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാനും രാമന്റെ കഥകൾ മാത്രം കേൾക്കാനും ആതുരനായിട്ടാണ് ഹനുമാൻ ഇരിക്കുന്നത്. അപ്പോ ആ ഹനുമാനെ ഈ ഹനുമാൻ ചാലീസ കൊണ്ട് സ്തുതിച്ച് പ്രത്യക്ഷനാക്കണമെങ്കിൽ ആദ്യം ശ്രീരാമചന്ദ്ര ഭഗവാൻ വരണം, അവിടെ അദ്ദേഹത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് തുളസിദാസ്, വരണം രഘുവര വിമല ജസ് എന്നാ പറയണത്. ഞാൻ നിന്നെ അല്ല സ്തുതിക്കുന്നത്, ഞാൻ രഘുവരന്റെ ആ എന്താ പറയാ ധർമ്മനിഷ്ഠനായിട്ടുള്ള രഘുവംശത്തിലെ ആ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്നിട്ട് എന്താണ് അത് പറഞ്ഞാൽ ചോദായക ഫലചാരി, എന്ത് കിട്ടും? ആരാണ് തരുന്നത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4 പുരുഷാർത്ഥങ്ങളാണ്. ആ 4ഉം എനിക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരാണോ ഇത് ചെയ്യുന്ന അവർക്ക് കിട്ടും. അത് തരുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ, ആ ഭഗവാനെ ഞാൻ വർണ്ണിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോ എത്ര മനോഹരമാണെന്ന് നോക്കി നോക്കൂ. അതിന്റെ തുടക്കം തന്നെ ആദ്യം നമ്മളുടെ ശുദ്ധി, അത് കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ ഇങ്ങനെ കൊണ്ടുവരികയാണ് ആനയിച്ചിട്ട്. എന്നിട്ട് അവിടെ ഇരുത്തുകയാണ് ആരെ? ഹനുമാനെ. എന്നിട്ട് എന്താ പറയുന്നത്? ബുദ്ധിഹീന തനുജാനികേ, പിന്നെയും പറയുന്നുണ്ട് സുമിരോ പവനകുമാർ. അത് കഴിഞ്ഞിട്ടാണ് ആരെ വിളിക്കുന്നത്? ഹനുമാനെ. ബുദ്ധിഹീന തനുജാനികെ, ഞാൻ ബുദ്ധിഹീനനാണ് ഹനുമാനെ, ബുദ്ധിഹീനനാണ്. എന്താണ് കാരണം? തനുജാനികെ, എനിക്ക് തനു ബുദ്ധിയാണുള്ളത്, തനു ബുദ്ധിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ബുദ്ധിഹീനൻ? എനിക്ക് തനുബുദ്ധിയാണ്. തനുബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ശരീരവും ഈ പഞ്ചേന്ദ്രിയങ്ങളും മാത്രമാണ് സത്യം. അത് കാണുന്നതാണ് മാത്രം സത്യം, അത് അനുഭവിക്കുന്നതാണ് സത്യം. അതാണ് തനുബുദ്ധി. തനുബുദ്ധി എന്ന് പറഞ്ഞാൽ എന്റെ ദേഹം, എന്റെ സ്വത്ത്, എന്റെ കുടുംബം, എന്റെ കാര്യങ്ങള്, എന്റെ ആഗ്രഹങ്ങള്, ഇതാണ് തനുബുദ്ധി. അപ്പോ ഇവിടെ എന്താണ്? തനുബുദ്ധിയാണ് ആർക്കുള്ളത്? ആരാണ് ഈ പറയണമെന്ന് ഓർക്കണം. തുളസീദാസ് മഹാരാജാണ് പറയുന്നത്. ബുദ്ധിഹീൻ തനുജാനികേ സുമിരോ. സുമിരോ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക. സുമിരൻ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക എന്നർത്ഥം. സുമിരോ പവനകുമാർ, ഞാൻ പവനകുമാരനായ അങ്ങയെ സ്മരിക്കുന്നു. ബലബുദ്ധി വിദ്യ ദേഹുമോഹി, ബലവും ബുദ്ധിയും എന്താണ് വേണ്ടത്? എന്റെ മോഹങ്ങളൊക്കെ അടക്കി ബലബുദ്ധി വിദ്യ, എനിക്ക് എന്തൊക്കെ വേണം? ബലം വേണം, അത് കഴിഞ്ഞാൽ വിദ്യ വേണം, ബുദ്ധി വേണം. ബുദ്ധിയില്ലാത്ത ബലം എപ്പോഴും ആപത്താണ് ഉണ്ടാക്കുക. അപ്പൊ സ്വബുദ്ധിയുള്ള നല്ല സച്ചിന്തയുള്ള ആ ബലം എനിക്ക് വേണം, ബുദ്ധി വേണം, എനിക്ക് വിദ്യ വേണം. എനിക്ക് ബുദ്ധിയും വിദ്യയും വളരെ വ്യത്യാസമാണ്. വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം, എനിക്ക് ജ്ഞാനം വേണം, അല്ല നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള നോളേജ് അല്ല ഇവിടെ പറയുന്നത്. ബലബുദ്ധി വിദ്യ ദേവമോഹി അരഹു കലേഷു വികാർ, എന്റെ എല്ലാ ക്ലേശങ്ങളും വികാരങ്ങളും, 5 ക്ലേശങ്ങളും 8 വികാരങ്ങളുമാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. അപ്പോ 7 വികാരങ്ങള്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇത്യാദി. ഇതും അതുപോലെ തന്നെ നമ്മുടെ 5 ക്ലേശങ്ങളും, എല്ലാ ക്ലേശങ്ങളും എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഹനുമാനെ. ആദ്യം ശ്രീരാമചന്ദ്രനെ, ആദ്യം സ്വന്തം മനസ്സ് ആ ഗുരുവിന്റെ ചരണധൂളി കൊണ്ട് പോളിഷ് ചെയ്ത ആ കണ്ണാടി മനോമുകുരം ശുദ്ധമാക്കുന്നു. അതിനുശേഷം ആരെ? ശ്രീരാമചന്ദ്ര ഭഗവാനെ വിളിക്കുന്നു. അതിനുശേഷം ഹനുമാനെ വിളിച്ചു പറയാണ്, എനിക്ക് എന്റെ എല്ലാ ബുദ്ധിയും തന്ന് ബലബുദ്ധി വിദ്യ ദേഹുമോഹി അരഹു കളേശു. എത്ര മനോഹരമായിട്ടുള്ള ഇതേ ഈ ഒരു ശ്ലോകം നമുക്ക് ഒരുപാട് ഇതിന് വലിയ വ്യാഖ്യാതാക്കളൊക്കെ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഈ ഒരു ശ്ലോകം തന്നെ പറയും. പറയും മനോഹരമാണ്. ഇതിന്റെ അനുബന്ധമായിട്ടുള്ള കഥകളും ക്ലേശങ്ങൾ എന്താണെന്നും വികാരങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് ശരിയാക്കുന്നുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപാട് സമയമെടുക്കും. അത്രയൊന്നും സമയമില്ല. അപ്പൊ ഹനുമാനെ വായുപുത്രനാണ്. അപ്പൊ ഹനുമാൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. എവിടെ? സീതാജി ആരുമില്ല, എനിക്ക് ചന്ദ്രനോട് പറയാണ്, രാവണൻ വന്നു പോയതിനു ശേഷം രാമചരിത മനസ്സില്, ഒരു ലേശം, ഒരു തീപ്പൊരിയെങ്കിലും എനിക്ക് തരൂ ചന്ദ്ര, നിന്നിൽ ഞാൻ ദഹിക്കട്ടെ എന്നെ തന്നെ, എന്തിന് ഞാൻ ഈ അശോകവാടികയുടെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ദുഃഖത്തോട് കൂടിയിട്ട് പറയാണ്. ആര്? പിന്നെ സീത. അപ്പോ അവിടെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ തന്നെ ഹനുമാൻ. കാരണം വായുവാണ്. എവിടെ വായു ഉണ്ടോ, ഒരു നിമിഷം വായു ഇല്ലാതെ എന്ത് പറഞ്ഞാലും മൂക്ക് പൊത്തിയിട്ട് ഒരു 3 മിനിറ്റ് ഇരിക്കാൻ പറയൂ. എന്താണ് വേണ്ട? ഭക്ഷണം വേണമെന്ന് പറയും, ആദ്യം വേണ്ട. വെള്ളം വേണമെന്ന് പറയും, അതും വേണ്ട എന്ന് പറയും. വായു മാത്രം മതിയേ എനിക്ക്. അതാണ് ഹനുമാൻ. നമ്മുടെ ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും ആ പവന തനയൻ ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ അറിയുന്നില്ല അദ്ദേഹത്തിന്റെ വില. അപ്പോ സകല സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന കലിയുഗ വരദനായിട്ടുള്ള ശനിയെ നിശേഷം മാറ്റിത്തരുന്ന ആ ഹനുമാനെ വന്ദിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഹനുമാൻ ചാലീസ 3 റൗണ്ട് നമ്മളിവിടെ പാരായണം ചെയ്യും. അത് ഓരോരുത്തർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെ മാത്രം അൺമ്യൂട്ട് ചെയ്യുക അവരുടെ ഓർഡറിൽ. അതിനുശേഷം അവർക്ക് ഓരോരുത്തരായിട്ട് അത് തുടങ്ങാം. അപ്പോ ആദ്യം തുടങ്ങുന്ന ആളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് ഹനുമാൻ ചാലീസ തുടങ്ങാം. ഓം. ഹരിയോ, കേൾക്കുന്നുണ്ടോ? ഓ ശ്രീ ഗുരു ചരണ സരോജ രജ നിജ मन मुकुर सुधारि वर्ण रघुवर विमल जसु जो दायक फलचारि बुद्धिहीन तनु जानिके सुमिरो पवन कुमार बल बुद्धि विद्या देहु मोहि हरहु कलेस विकार। जय हनुमान ज्ञान गुण सागर जय कपीस तिहु लोक उजागर रामदूत अतुलित बल धामा अंजनी पुत्र पवन सुत नामा महावीर विक्रम बजरंगी कुमति निवार सुमति के संगी कंचन बरण विराज सुबेसा कानन कुंडल कुंचित केसा हाथ वज्र ध्वजा विराजे कांधे मूंज जनेऊ साजे शंकर सुवन केसरी नंदन तेज प्रताप महाजगवंदन विद्यावान गुणी अति चातुर राम काज करिबे को आतुर प्रभु चरित्र सुनिबे को रसिया राम लखन सीता मन बसिया सूक्ष्म रूप धरि सियहि दिखावा बिकट रूप धरि लंक जरावा भीम रूप धरि असुर संहारे रामचंद्र के काज संवारे। लाय संजीवन लखन जियाए श्री रघुवीर हर्षि उर लाए रघुपति कीन्हि बहुत बड़ाई तुम मम प्रिय भरदहि सम भाई सहस वदन तुम रोजस गावे हस कहि श्रीपति कंठ लगावे सनगादिक ब्रह्मादि मुनीसा नारद सारद सहित अहिसा जम कुबेर दिक्पाल जहांते कवि कोविद कहि सके कहाते तुम उपकार सुग्रीवहि कीना राम मिलाए राजपद दीना तुम हरुमंद्र विभीषण माना लंकेश्वर भय सब जग जाना जुग सहस्र जो जन पर भानु
लील्यो त्याहि मधुर फल जानो। प्रभु मुद्रिका मेली मुख माही, जलधि लांघि गए अचरज नाही। दुर्गम काज जगदि केते ते, सुगम अनुग्रह तुम हरे ते। राम राम दुआरे दुआरे तुम रखवारे, हो नया जा बिन पैसारे। सब सुख लही तुम्हारी शरणा, तुम रक्षक काहू को डरना। आपन तेज समारो आपे, तीनों लोग हाकते कापे। भूत पिशाच निकट नहीं आवे, महावीर जब नाम सुनावे। नासे रोग हरि सब पीरा, जपत निरंतर हनुमत बीरा। संकट ते हनुमान छुड़ावे, मन क्रम भजन ध्यान जो लावे। राम सब पर राम तपस्वी राजा, दिन के काज सगल तुम साजा। और मनोरथ जो कोई गाए, सोई अमित जीवन फल पावे। चारों जुग परताप तुम्हारा, है परिसित जगत उजियारा। साधु संत की तुम रखवारे, असुर निकंदन राम दुआरे। अष्ट सिद्धि नौ निधि के दाता, अस पर दीन जानकी माता। राम रसायन तुम्हारे पासा, सदा रहो रघुपति के दासा। तुम्हारे भजन राम को पावे, जन्म जन्म के दुख बिसरावे। अंत काल रघुबरपुर जाई, जहाँ जन्म हरि भक्त कहाई। और देवता चित्त न धरई, हनुमंत से सर्व सुख करई। संकट कटे मिटे सब पीरा, जो सुमरे हनुमंत बलबीरा। जय 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 हनुमान गोसाई, कृपा करो गुरुदेव की नाई। जो सत बार पाठ करे कोई, छूट ही बंदी महा सुख कोई। जो यह पढ़े हनुमान चालीसा, होई सिद्धि सागी गौरीसा। तुलसीदास सदा हरि चेरा, कीजे नाद हृदय मह डेरा। कीजे नाद हृदय मह डेरा। पवन तनय संकट हरण, मंगल मूर्ति रूप। राम लखन सीता सहित, हृदय बसह सुरभूप। ఇది సంపూర్ణం. जय श्री राम। జై శ్రీరామ్. श्री गुरु चरण सरोज रज, निज मन मुकुर सुधारी। भरणौ रघुबर विमल जस,
चोदायक फलचारी। बुद्धिहीन तनु जानिके सुमिरौ पवन कुमार। बल बुद्धि विद्या देहु मोहि हरहु कलेस विकार। जय हनुमान ज्ञान गुण सागर। जय कपीश तिहु लोक उजागर। रामदूत अतुलित बल धामा। अंजनी पुत्र पवन सुत नामा। महावीर विक्रम बजरंगी। कुमति निवार सुमति के संगी। कंचन बरण विराज सुबेशा। कानन कुंडल कुंजित केशा। हाथ वज्र ध्वजा विराजे। कांधे मुंज जनेऊ साजे। शंकर सुवन केसरी नंदन। तेज प्रताप महाजगवंदन। विद्यावान गुणी अति चातुर। राम काज करिबे को आतुर। प्रभु चरित्र सुनिबे को रसिया। राम लखन सीता मन बसिया। सूक्ष्म रूप धरि सियहि दिखावा। विकट रूप धरि लंक जरावा। भीम रूप धरि असुर संहारे। रामचंद्र के काज संवारे। लाय सजीवन लखन जियाए। श्री रघुवीर हर्षि उर लाए। रघुपति कीनी बहुत बड़ाई। तुम मम प्रिय बरदहि सम भाई। सहस बदन तुम रोजस गावे। हस कहि श्रीपति कंठ लगावे। सनगादिग ब्रह्मादि मुनीसा। नारद सारद सहित अहिसा। जम कुबेर दिखबाल जहांते। कवि कोविद कहे सके कहाते। तुम उपकार सुग्रीव ही कीना। राम मिलाय राजपद दीना। तुमरो मंत्र विभीषण माना। लंकेश्वर भय सब जग जाना। जुग सहस्र जो जन पर भानु। लील्यो ताहि मधुर फल जानु। प्रभु मुद्रिका मेलि मुख माही। जलधि लांघि गए अजरज नाही। दुर्गम काज जगत के जेते। सुगम अनुग्रह तुम रे ते। राम दुआरे तुम रखवारे, होत न आज्ञा बिनु पैसारे। सब सुख लहै तुम्हारी सरना, तुम रक्षक काहू को डरना। आपन तेज संहारो आपे, तीनों लोक हांकते कापे। भूत पिशाच निकट नहीं आवे, महावीर जब नाम सुनावे। नासै रोग हरै सब पीड़ा, जपत निरंतर हनुमत बीरा। संकट ते हनुमान छुड़ावे, मन क्रम वचन ध्यान जो लावे। सब पर राम तपस्वी राजा, तिनके काज सगल तुम साजा। और मनोरथ जो कोई लावे, सोई अमित जीवन फल पावे।
चारों जुग परताप तुम्हारा, हे प्रसिद्ध जगत उजियारा। साधु संत के तुम रखवारे, असुर निकंदन राम दुलारे। अष्ट सिद्धि नवनिधि के दाता, असुर दीन जानकी माता। राम रसायन तुम्हरे पासा, सदा रहो रघुपति के दासा। तुमरे भजन राम को पावे, जन्म जन्म के दुख बिसरावे। अंधकाल रघुबरपुर जाई, जहाँ जन्म हरि भक्त कहाई। और देवता चित्त न धरई, हनुमत से सर्व सुख करई। संकट कटे मिटे सब पीरा, जो सुमिरे हनुमत बलबीरा। जय 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 हनुमान गोसाई, कृपा करो गुरुदेव की नाई। जो सत बार पाठ कर कोई, छूटहि बंदी महासुख होई। जो ये पढ़े हनुमान चालीसा, होय सिद्धि साखी गौरीशा। तुलसीदास सदा हरि चेरा, कीजय नाथ हृदय मह डेरा। पवन तनय संकट हरण, मंगल रूप। राम लखन सीता सहित, हृदय बसव सुरभूप। सियावर रामचंद्र की जय, पवन सुत हनुमान की जय। उमापति महादेव की जय, बोलो भाई सब संतन की जय। बोलो भाई सब संतन की जय। जय श्री राम। श्री गुरु चरण सरोज रज, निज मन मुकुर सुधारी। वर्णम रघुवर विमल जस, जो दायक फलचारी। बुद्धिहीन तनु जानिके, सुमिरो पवन कुमार। बल बुद्धि विद्या देहु मोहि, हरहु कलेश विकार। जय हनुमान ज्ञान गुण सागर, जय कबीर तिहु लोक उजागर। रामदूत अतुलित बल धामा, अंजनी पुत्र पवन सुत नामा। महावीर विक्रम बजरंगी, कुमति निवार सुमति के संगी। कंचन बरण विराज सुबेसा, कानन कुंडल कुंजित केसा। हाथ वज्र और ध्वजा विराजे, कांधे मूंज जनेऊ साजे। शंकर सुवन केसरी नंदन, तेज प्रताप महाजगवंदन। विद्यावान गुणी अति चातुर, राम काज करिबे को आतुर। प्रभु चरित्र सुनिबे को रसिया, राम लखन सीता मन बसिया। सूक्ष्म रूप धरि सियहि दिखावा, बिकट रूप धरि लंक जरावा। भीम रूप धरि असुर संहारे,
रामचंद्र के काज सवारे। लाए सजीवन लखन जियारे, श्री रघुवीर हर्षि उर लाए। रघुपति कीन्ही बहुत बड़ाई, तुम मम प्रिय भरदहि सम बाई। सहस बदन तुमरो यश गावे, हस कहि श्रीपति कंठ लगावे। सनकादिक ब्रह्मादि मुनीसा, नारद सारद सहित अहिसा। यम कुबेर दिखपाल जहासे, कवि कोविद कहि सके कहाते। तुम उपकार सुग्रीव कीना, राम मिलाए राजपद दीना। तुमरो मंत्र विभीषण माना, लंकेश्वर भय सब जग जाना। जुग सहस्र योजन पर भानु, लील्यो ताहि मधुर फल जानु। प्रभु मुद्रिका मेलि मुख माहि, जलधि लाधि गए अचरज नाहि। दुर्गम काज जगत के जेते, सुगम अनुग्रह तुमरे तेते। राम दुलारे तुम रखवारे, होत न आज्ञा बिनु पैसारे। सब सुख लहे तुम्हारी सरना, तुम रक्षक काहू को डरना। आपन तेज समारो आपे, तीनों लोक हाकते कापे। भूत पिशाच निकट नहीं आवे, महावीर जब नाम सुनावे। नासे रोग हरे सब पीरा, जपत निरंतर हनुमत बीरा। संकट से हनुमान छुड़ावे, मन क्रम भजन ध्यान जो लावे। सब पर राम तपस्वी राजा, तिनके काज सकल तुम साजा। और मनोरथ जो कोई लावे, सोई अमित जीवन फल पावे। चारों जुग परताप तुम्हारा, हे प्रसिद्ध जगत उजियारा। साधु संत के तुम रखवारे, असुर निकंदन राम दुलारे। अष्ट सिद्धि नौ निधि के दाता, असुवर दीन जानकी माता। राम रसायन तुम्हारे पासा, सदा रखो रघुपति के दासा। तुम्हारे भजन राम को पावै, जन्म जन्म के दुख बिसरावै। अंधकाल रघुवर पुर जाई, जहाँ जन्म हरि भक्त कहाई। और देवता चित्त न धरई, हनुमत से सर्व सुख करई। संगड़ गड़ई मिडई सब पीरा, जो सुमिरई हनुमत बलवीरा। जय 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 हनुमान गोसाई, कृपा करहु गुरुदेव की नाई। जो शत बार पाठ कर जोई, छूट ही बंदी महासुख होई। जो यहु पढ़ई हनुमान चालीसा, होय सिद्धि साखी गौरीशा। तुलसीदास सदा हरि चेरा, की जय नाथ हृदय महम डेरा।
പവനതനയ സങ്കടഹരണ മംഗളമൂർത്തി രൂപ രാമലഖൻ സീതാ സഹിത ഹൃദയവസഹു സുരഭൂപ सियावर रामचंद्र की जय पवन सुत हनुमान की जय बोलो भाई सब संतन की जय। ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം അതുലിതബലധാമം ഹേമശൈലാഭദേഹം തനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനാം വാനരാണാമധീശം രഘുപതിപ്രിയഭക്തം വാദജാതം നമാമി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം पवन पुत्र हनुमान की जय।